ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടമായി. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സാധനം ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരിച്ചിട്ടായാലും അത് എടുക്കുക എന്നുള്ളത് മാത്രമേ. പ്രത്യേകിച്ച് ഇത്രയും ഭ്രാന്തമായിട്ടുള്ള താല്പര്യം അതിനോടുണ്ടെങ്കിൽ. ഇങ്ങനൊരു അനുഭവമുള്ള ഒരാളൊരിക്കലും മറ്റൊരു പ്രോഡക്റ്റ് ഏകദേശം അതുപോലെ തന്നെയുള്ളൊരു പ്രോഡക്റ്റ് അതിന് വേണ്ടിയിട്ട് ഇത്രയൊരു എമൗണ്ട് ചിലവാക്കുമെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. കാരണം ഇപ്പം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അനുബിസ് ഹോറസ് റിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡൻ പ്ലേറ്റഡ്, സിൽവർ പ്ലേറ്റഡ്, സ്റ്റീലിൻ്റെ പല ചിത്രങ്ങളും നിങ്ങൾക്ക് കാണാം. അത് സെർച്ച് ചെയ്തിട്ട് വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതും നോട്ട് അവൈലബിൾ ആണ്. എന്നാൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മുടെ രാജ്യത്തേക്ക് വരില്ല. ഇനി അഥവാ വരികയാണെങ്കിൽ തന്നെ അത് ഹെവി ആയിരിക്കും, അതായത് അതിൻ്റെ ബഡ്ജറ്റ് ഭീകരമായിരിക്കും. അങ്ങനെ ഭീകരമായിട്ട് ചിലവാക്കിയിട്ട് നമ്മൾ വാങ്ങുന്ന ആ പ്രോഡക്റ്റിനൊരു ഭംഗി ഉണ്ടാവും. ശരിക്കും ഞാൻ ആദ്യം വാങ്ങിയ പ്രോഡക്റ്റ് ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിൽ ആയിരുന്നു. അതായത് ആ ഒരു എന്താ പറയുക, ഫറോവൻ്റെ ഫേസ്, അനുബിസിൻ്റെയും ഹോറസിൻ്റെയും ഡിസൈൻ. എൻ്റെ കയ്യിലുള്ള ഈ സ്റ്റീലിൻ്റെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറും വേസ്റ്റാണ്. അതായത് അതിലൊന്നുമില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിലിപ്പോൾ അനുബിസിനെയും ഹോറസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ചാത്തനെയും പൊത്തനെയൊക്കെ പോലെ ഉണ്ടാവും. പക്ഷേ ഫറവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖം, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുള്ള ആ പ്രോഡക്റ്റ് പക്ക ഡീറ്റെയിൽ പ്രോഡക്റ്റായിരുന്നു. ആ പ്രോഡക്റ്റ് കിട്ടുന്നത് വരെ എൻ്റെ ഒരു ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് എന്താ ഞാൻ പറയാം, അത്രയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ, അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും ഇത് വരുന്നില്ല. അത് ഞാനിതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ട്രാൻസിറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അത് കറങ്ങി തിരിഞ്ഞ് ബാംഗ്ലൂർ വരെ എത്തി. ബാംഗ്ലൂർ എത്തിയിട്ട് അത് കസ്റ്റംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് റിട്ടേൺ പോവില്ല. കാരണം റിട്ടേൺ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് എത്രയാണോ അതും കൂടി ഞാൻ അടയ്ക്കണം. സോ അത് ഡിസ്പോസ് ചെയ്തു എന്ന് പറയാം. അത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ഡിസ്പോസ് ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അത് പോയി. അതെൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രഷനിലേക്ക് എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഞാൻ ആഗ്രഹിച്ചൊരു സാധനം എൻ്റെ കയ്യിൻ്റെ അറ്റത്തെത്തും. അതായത് ഇസ്താൻബുൾ പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് ബാംഗ്ലൂർ വരെ എത്തിയിട്ട് നമുക്ക് ഈ സാധനം കിട്ടുന്നില്ല. അന്ന് എൻ്റെ പല സുഹൃത്തുക്കളും വഴി ഞാൻ ശ്രമിച്ചു, കിട്ടിയില്ല. അങ്ങനെ എനിക്കൊരു കോണ്ടാക്റ്റ് കിട്ടി. ആ കോണ്ടാക്റ്റ് വഴി ഞാൻ ബാംഗ്ലൂരിലുള്ള കുറച്ച് ആളുകളായിട്ട് പരിചയപ്പെട്ടു, ഒരു സർക്കിൾ ഉണ്ടാക്കി. ഇനിയൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, കാരണം കൂടുതലും കൊച്ചിയിലേക്കും ബാംഗ്ലൂരേക്കും വരിക, ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും കൊച്ചിയിൽ വരില്ല. കൊച്ചിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു, ഇനിയൊരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ളത്. പിന്നീട് ഒരു 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കണ്ടതെന്ന് പറഞ്ഞല്ലോ. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടമായി. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ തൊട്ട് മുമ്പ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിങ് ആണ് എങ്കിൽ ഞാനിപ്പോൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് ഒരു 150% പെർഫെക്റ്റ് ആയിട്ടുള്ള റിങ്ങാണ്. കാരണം ഞാൻ പറഞ്ഞല്ലേ, അതിൻ്റെ എന്താ പറയുക, അനുബിസ് ആയാലും ഹോറസ് ആയാലും ആ ഫറോ ആയാലും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഒരു രക്ഷയില്ല. ഹെവി സാധനം. അതായത് ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ. അത് നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനൊരു സാധനം നമ്മുടെ മുമ്പിൽ വരുമ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു സാധനം ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരിച്ചിട്ടായാലും അത് എടുക്കുക എന്നുള്ളത് മാത്രമേ. പ്രത്യേകിച്ച് ഇത്രയും ഭ്രാന്തമായിട്ടുള്ള താല്പര്യം അതിനോടുണ്ടെങ്കിൽ. ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത് ഇന്നും എൻ്റെ ഫേവറേറ്റ് ആണ്. സോ അതിലൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഞാനിതിന് മുമ്പേ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു ഫറോവൻ്റെ ഫേസാണ്. ഇത് ഞാൻ കണ്ടിട്ടുള്ളത്, നിങ്ങളിപ്പോൾ കോഴിക്കോട് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമ്മത്തലൈൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കോഴിക്കോട്. SM സ്ട്രീറ്റിൻ്റെ പാരലായിട്ട് വരും. അവിടെ ഒരു റോഡ് നിറച്ച്, അതായത് കമ്മത്തലൈനിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ മറ്റേ ഓടിൻ്റെ വിളക്കുകളും പാത്രങ്ങളും മാത്രം വെക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ആവശ്യത്തിനോ ഞങ്ങൾ ഒരു വിളക്ക് അന്വേഷിച്ച് പോവുകയാണ്. ഞാനും വൈഫും എൻ്റെ ഒരു ഫ്രണ്ടും അഖിലാണ്ട് ബ്രഹ്മവും.
ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ പല പല ഷോപ്പുകൾ കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഈ സാധനം കണ്ടു. ഈ സാധനം കണ്ട് ഞാൻ ഫ്ലാറ്റായി. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അവരെന്തിനങ്ങനെ ഒരു സാധനം അവിടെ കൊണ്ടുവച്ചു എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് അതിനോട് എന്താ പറയുക, അതിനോട് എനിക്ക് പ്രണയമായിരുന്നു. എനിക്കത് വേണം, കിട്ടിയേ പറ്റൂ. അയാൾ ചോദിച്ച ക്യാഷ് കൊടുത്തു, സാധനം ഞാൻ പൊക്കി. അയാൾക്ക് ഞാൻ പറയട്ടെ, ആ സാധനം തൂക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പകുതിയിൽ കുറവ് മാത്രമേ വില ഉണ്ടാവുള്ളൂ. കാരണം അയാളെ സംബന്ധിച്ചിട്ട് തുത്തൻകാമൻ്റെ ഫേസ് എന്താണെന്ന് അയാൾക്ക് തുത്തൻകാമൻ ആരാണെന്ന് പോലും അയാൾക്കറിയില്ല. പക്ഷേ ഈ ഒരു സാധനം കിട്ടിയ സമയത്ത് എനിക്ക് ഉണ്ടായൊരു സന്തോഷമുണ്ട്. അത് വേണം, ഞാനത് എടുത്തു. എനിക്ക് ഈ ഈജിപ്ഷ്യൻ സാധനങ്ങളോടുള്ള താല്പര്യം എൻ്റെ ഫാമിലിയിൽ പല ആൾക്കാർക്കും അറിയാം. അത് ഈജിപ്ഷ്യൻ എന്നുള്ളത് മാത്രമല്ല കേട്ടോ, എനിക്ക് ഈ ക്ലാസിക്സിനോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ആരെങ്കിലും എൻ്റെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരും. ഇത് വേണോ നോക്കും, ഞാൻ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പൊക്കും സാധനം. ആ ഒരു ഇൻട്രസ്റ്റിലിരിക്കുന്ന ഒരാൾക്കാണ് ഇത് കിട്ടുന്നതെന്ന് ആലോചിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് ക്യാഷ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മോളിലേക്ക് നോക്കിയിരിക്കും. പക്ഷേ വേറെ വഴിയില്ല, ക്രെഡിറ്റ് കാർഡ് എടുത്തു, വാങ്ങി. അങ്ങനെ അത് എന്നെ തിരഞ്ഞ് ഈജിപ്തിൽ നിന്നും വരികയാണ്. അയാൾ പറഞ്ഞ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ. അതായത് ഒരാൾക്ക് ഈ ഒരു അമുലെറ്റ് നിങ്ങൾ സ്വീകരിക്കും. ഈ ഒരു അമുലെറ്റ് എന്നല്ല, അവർ പറയുന്നതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ, ഒക്കൾട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള പുരോഹിതന്മാർ ഉപയോഗിച്ചിരുന്ന അമുലെറ്റ്സ് അതൊരു ഭാഗമായിട്ട് വയ്ക്കുന്നുണ്ട്. അത് ആ ഒരു മെറ്റീരിയലിൻ്റെ വിലയല്ല, അതിന് മോഹവിലയാണ്. അത് പല ആൾക്കാരും ചോദിച്ച് വാങ്ങും. ഇപ്പോൾ ഈ തുത്തൻകാമൻ്റെ ശവക്കല്ലറ, അതായത് പിരമിഡ് പൊളിച്ച ആളുകളൊക്കെ മരണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കോൺസ്പിറസീസ് ഉണ്ട്. നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് വെറും കോൺസ്പിറസിയാണെന്ന് നമ്മൾ പറയുമ്പോഴും അവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ട ആളുകളുടെ മരണങ്ങളെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളായിരുന്നു എന്നുള്ളതും റിയാലിറ്റിയാണ്. പക്ഷേ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അത് കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ച വിഷയങ്ങളെ നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് പാരഡോലിയ എന്നാണ് പറയുക. അതായത് നമ്മളൊരു പാറ്റേൺ സീക്കിംഗ് മെൻറ്റാലിറ്റിയാണ് നമ്മുടെ ഉള്ളിലുള്ള. അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ച് പോകുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ ഈ ഒരു തോട്ടിൽ, അതായത് ഇത്തരം വിഷയങ്ങളെ വിശ്വസിക്കുന്ന ഒരാൾ എങ്ങനെ ചിന്തിക്കും, അവരെ സംബന്ധിച്ചിട്ട് ഒരു അമുലെറ്റ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിലൊരു റിസറക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതുവരെയുള്ള ആ ജീവിതത്തിൽ നിന്നും നമ്മൾ മാറി മറ്റൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. സോ നമ്മുടെ മരണം വരെ സംഭവിക്കാം. എന്നാൽ ആ അമുലെറ്റ് നിങ്ങളെ അർഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. ഇതാണ് ആ സ്റ്റോറി. അതിലിപ്പോൾ ഇത് മോഡൽ ചെയ്യുന്ന ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിരിക്കാം. അത് വിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വിൽക്കപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ വാല്യൂ കൂടാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറി ആയിരിക്കാം. എന്തായാലും അവർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള അമുലെറ്റ്സ്, ഇത്തരത്തിലുള്ള പഴയ പുരാതന വസ്തുക്കൾ നമ്മൾ കളക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ കുറേ ബാധകളെയും കൂടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അതിൽ ചിലത് നമ്മൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാം. കാരണം എനർജിയാണിത്. ഈ എനർജി ചിലപ്പോൾ നമ്മളിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും ഉണ്ടാക്കുക, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും ഉണ്ടാക്കുക. അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. സോ ഐ വാണ്ട് യു എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കത് പ്രശ്നമേ അല്ല. കാരണം ഞാനിതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഐ എം എ റാഷണലിസ്റ്റ്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ എനിക്ക് സാധനം അയച്ചു തരണം. സാധനം അയച്ചു. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് ഈ സാധനം കളക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് എത്തിക്കാം എന്നുള്ളതാണ് അവൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം. പക്ഷേ അവനത് കമ്മിറ്റ് ചെയ്ത ആ ഒരു വീക്കിൽ തന്നെ അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അവനൊരു 2 മാസത്തോളം ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. ഈ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് എനിക്ക് കുറച്ച് ചിത്രങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ ചിത്രങ്ങൾ ഞാനിതിലിടുന്നില്ല. ഞാനതിനെ നേരിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷെ അതിൻ്റെ അടുത്ത് എത്തണം.
കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അത് കളക്ട് ചെയ്യാനും പറ്റുന്നില്ല, അവന് ഇങ്ങോട്ടേക്ക് വന്നത് തരാനും പറ്റുന്നില്ല. സോ അതിപ്പോഴും ആ പാക്കേജിൽ തന്നെ ഇരിക്കുകയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആ ഒരു ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഒരു കാര്യം മെൻഷൻ ചെയ്തത്. അതായത് ചില വസ്തുക്കൾ നമ്മളെ തേടി വരുമ്പോൾ നമ്മുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. ഞാനതിനെ സ്റ്റിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അനുഭവം ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് നമ്മുടെ ഫ്രീ തിങ്കിങ്ങിൻ്റെ ഭാഗമാണ്. ഞാനതിനെ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അസുഖം വന്നതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. ചിലപ്പോൾ ആ റീസണിൻ്റെ കാരണം ഇതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പക്ഷേ ഇതിങ്ങനൊരു സാധനമുണ്ട്. എന്തായാലും ആ ഒരു അമുലെറ്റ്, ആ ഒരു അനുബിസ് ഹോറസ് റിങ്, അതിനോടൊപ്പം അയാൾ എനിക്ക് അയച്ചിട്ടുള്ളത് ഒരു കൂട്ടം ബാധകളെയാണ് എന്ന് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പേ ആളത് അയക്കുമ്പോൾ തന്നെ എനിക്കറിയാം. എൻ്റെ അടുത്ത് ആൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞത് ഒരു കൂട്ടം ബാധകളെ എന്നിലേക്ക് അയക്കുന്നു എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ജ്യോത്സ്യം പറഞ്ഞത് എന്നോടൊപ്പം ഒരു ബാധയുണ്ട് എന്നാണ്. ആ ബാധ ചിലപ്പം ഈ ബാധയ്ക്ക് കൊറിയറൊന്നും ബാധകമല്ലല്ലോ. ബാധയ്ക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് രീതിയിൽ ഇവിടെ എത്താം. അവിടെ അപ്രത്യക്ഷമാകുമ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെടാം. അതായത് പെട്ടെന്ന് സമയം പോലും അവർക്ക് വിഷയമല്ല, അവർക്ക് ഇവിടെ എത്താം. സോ അയാൾ അവിടെ നിന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് എത്തിയതായിരിക്കാം ആ ബാധ. മീൻസ് അതുപോലെ ചിന്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം എന്ന് പറയാം. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് എന്നോട് ചേർന്നിരിക്കുന്ന ബാധ എൻ്റെ ക്രിയേറ്റിവിറ്റി ആണെന്നാണ്. അതിന് മുമ്പത്തെ എപ്പിസോഡിൽ എൻ്റെ അമ്മ വിശ്വസിച്ചത് മറ്റൊരു എൻറ്റിറ്റി ആവാം എന്നാണ്. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുന്നു അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു അമുലെറ്റ് വഴിയാവാം. മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്, അതാണ് റിയാലിറ്റി. അതായത് എൻ്റെ അസുഖത്തിന് ഒരു കാരണമുണ്ടായിരുന്നു. ആ ഒരു കാരണത്തിൻ്റെ പേരാണ് എച്ച് പൈലറി. എച്ച് പൈലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാക്ടീരിയ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡ് പറയാം.